ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പം ചില പ്രയാസകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകാറുണ്ട്. അയ്യോ, എൻ്റെ ജീവിതം മൊത്തം ചിലപ്പോൾ നമ്മളങ്ങ് ചിന്തിക്കും നമ്മുടെ 90% ഓഫ് അവർ ലൈഫ് ഇസ് ഇൻ മെസ്സപ്പ് നമ്മളങ്ങ് ചിന്തിച്ചു പോകും അല്ലേ. ഒരു ഭയങ്കര താറുമാറായിട്ടുള്ളൊരവസ്ഥയിലാണ്. സത്യത്തിൽ ഒരു കൊച്ചു പ്രശ്നമേ ഉള്ളൂ, ബാക്കി 99 കാര്യങ്ങളും നല്ല സുഖമായിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ശ്രദ്ധ അവിടെ പോകുന്നുണ്ട്. ഒരിക്കൽ ഒരു ടീച്ചർ ഒരു വെള്ള പേപ്പർ എടുത്ത് കാണിച്ചിട്ട് അതിനകത്തൊരു കൊച്ചു ബ്ലാക്ക് ഡോട്ട് ഇട്ടതിന് ശേഷം ഒരു കുട്ടിയോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി വേഗം പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ബ്ലാക്ക് ഡോട്ട് കാണുന്നു എന്ന് പറഞ്ഞു. കാരണം ആരും ബാക്കിയുള്ള വെള്ളം മുഴുവൻ കണ്ടില്ല, ആ കൊച്ചു ബ്ലാക്ക് ഡോട്ട് മാത്രമാണ് പെട്ടെന്ന് ശ്രദ്ധയെ ആകർഷിച്ചത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ദുഃഖങ്ങൾ, ചെറിയ വേദനകൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇതായിരിക്കും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹൈലൈറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഉയർന്ന് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ബാക്കി നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് 103-ാം സങ്കീർത്തനത്തിൻ്റെ പ്രസക്തി കിടക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ 99 കാണും, ഒന്നേ കാണത്തുള്ളൂ ലഭിക്കാതെ പോയിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് ലഭിക്കാതെ പോയതിൻ്റെ സങ്കടത്തെ ഇന്ന് നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിനൊന്ന് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ്, ആദ്യത്തേത് ഒരു കീ സ്പോൺസർ ഒരാളേ ഉള്ളൂ, ചെറായിൽ നിന്ന് മല്ലിക വിശംബരനാണ്. താങ്ക് യു സിസ്റ്റർ മല്ലിക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുവിശേഷം എല്ലായിടത്തും എത്തുവാൻ, കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, മകൾക്ക് രോഗസൗഖ്യമുണ്ടാകുവാൻ, മകൻ രക്ഷിക്കപ്പെടുവാൻ, സ്വർഗത്തിലെ കർത്താവേ അങ്ങയുടെ വഴിവാതിലുകളെ അങ്ങ് തുറന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്തണം. കുറേ നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പുലി വരുന്നേ എന്ന് പറഞ്ഞല്ലേ. ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്, അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ബ്രദർ രാമിൻ നിങ്ങളെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷ വാർത്ത ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർക്ക് എന്താണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന പേരിൽ ഇതാ മലയാളം കോപ്പി കൂടെ പുറത്ത് വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. കാരണം അതിശക്തമായിട്ടുള്ള പാഠങ്ങളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. ഏതാണ്ട് 30ഓളം പാഠങ്ങൾ ഇതിനകത്തുണ്ട്. വിശ്വാസത്തിൻ്റെ തുടക്കം മുതൽ അവസാനം നമ്മൾ കർത്താവിൽ എത്തിച്ചേരുന്ന, നമ്മുടെ നിത്യമായ അഭാവിയിൽ എൻഡ് ചെയ്യപ്പെടുന്ന ആ സ്ഥലം വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എന്താ പറയുക, ഒരു ടീച്ചിങ് മെറ്റീരിയലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണം. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആദമിന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നെ ആദമിനൊരു പണി പറ്റി. എന്തായിരുന്നു അത്? മിസ്റ്റേക്ക് പറ്റി. തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ മനുഷ്യൻ തന്നെ തെറ്റുവരുത്തി. അപ്പോൾ എന്നും ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ, ഒത്തിരി 2500ഓളം വിവിധ രീതിയിലുള്ള ഫ്രൂട്ട് ട്രീസ് അവിടെ ഉണ്ടായിരുന്നെന്നാണ്, വിവിധ സ്പീഷീസിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ടായിരുന്നെന്നാണ് ഗസ് ചെയ്യപ്പെടുന്നത്. അതെങ്ങനെ കിട്ടിയെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഒരു വായിച്ചറിവാണ്. നടുവിൽ, തോട്ടത്തിൻ്റെ നേരെ നടുക്ക് 2 വൃക്ഷം ഉണ്ടായിരുന്നു. ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അതിനെക്കുറിച്ച് തന്നെ ഭയങ്കരമായി നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഞാനതിലേക്ക് പോകുന്നില്ല. ജീവൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു, ദ ട്രീ ഓഫ് ലൈഫ്. അതിൻ്റെ ഫ്രൂട്ട് കഴിക്കുവാണെങ്കിൽ, ഫലം കഴിക്കുവാണെങ്കിൽ ഒരിക്കലും മരിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അത് നിത്യജീവനാണ്. ആദ്യത്തെ മനുഷ്യന് പറ്റിയ മിസ്റ്റേക്ക് ഒന്ന് ആലോചിച്ചു. ഇത് കഴിക്കുന്നതിന് അത് കയറി പിടിച്ച് കഴിച്ചിരുന്നെങ്കിൽ, അത് വിലക്കിയിട്ടില്ല, അത് കഴിച്ചിരുന്നെങ്കിൽ നിത്യജീവനാണ്.
പകരം ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. സത്യം പറഞ്ഞാൽ അത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും എന്നാ പറയുന്നത്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മെയിനൊരു കാര്യം എന്നാൽ ദൈവത്തെ കൂടാതെ, ദൈവത്തിൽ നിന്നും മാറി സ്വതന്ത്രമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാമെന്നുള്ള ഒരു 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 കൊതിയാണ് അവിടെ വന്നത്. സൃഷ്ടിച്ച സൃഷ്ടാവിനെ അങ്ങ് വിട്ടിട്ട് സ്വതന്ത്രമായി എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ആദം അവിടെ ചെയ്തത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. ആദം നേരിട്ടല്ല ചെയ്തത്, ഹൗവയിലൂടെയാണ്. സ്ത്രീക്കാണ് ആദ്യം ചതി പറ്റിയത്. അപ്പോൾ സ്ത്രീയിലൂടെ ആ ഒരു പ്രലോഭനം കൊണ്ടുവന്ന് ഈ പുരുഷനെയും അതിലോട്ടാക്കി. അങ്ങനെ രണ്ടുപേരും എന്തു പറ്റി? ദൈവത്തിൽ നിന്നും ആ നിമിഷം തന്നെ ഇവർ കട്ട് ഓഫ് ആയിപ്പോയി. പകരം ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഓരോന്ന് പറിച്ച് തിന്നിരുന്നെങ്കിൽ ഈ കാണുന്ന രീതിയിലായിരിക്കും എല്ലാവരും മനുഷ്യചരിത്രം, നിത്യജീവനിലേക്ക്. പക്ഷെ അതിനുശേഷം ദൈവം പിന്നെ ഇത് വിലക്കി. അവിടെ തിരിയുന്ന വാളോടുകൂടി കെരൂബിനെ നിർത്തി, ഇനി ഇതും കൂടി കഴിക്കരുത്. കാരണം ഇതിന് ശേഷം അത് കഴിച്ചാൽ ഈ അവസ്ഥയിൽ നിത്യജീവനിലേക്ക് പോകും, നിത്യകാലത്തേക്ക് പോകും, പിന്നെ വീണ്ടെടുപ്പ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് കർത്താവ് അവിടെ ആളെ നിന്ന് കെരൂബിനെ നിർത്തി, ശക്തന്മാരെ കെരൂബിനെ നിർത്തിയിട്ട് അങ്ങോട്ടിനി ജീവവൃക്ഷത്തിലേക്കൊക്കെ കൂടെ ഈ അവസ്ഥയിൽ, വീണ അവസ്ഥയിൽ, ദൈവത്തിൽ നിന്നും വിട്ടുമാറിയ അവസ്ഥയിൽ ഇത് പോയി കഴിച്ചാൽ ഇതേ രീതിയിൽ നിത്യകാലം തുടരേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെ കട്ടാക്കിയത്. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം ഒന്നെടുത്തേ. സദൃശ്യവാക്യങ്ങൾ 18:21. The tongue has the power of life and death, and those who love it will eat its fruit. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ പ്രധാനമായി ആധാരമാക്കി സംസാരിച്ചത് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ 12-13 വചനങ്ങൾ, ശരിയല്ലേ? അതും പിന്നെ അതിനുശേഷം ആവർത്തന 27 12 മുതൽ 14 വരെയും, പിന്നെ 30-ാം അധ്യായത്തിൽ 15 മുതൽ 16, 19, 20 അത്രയും വചനങ്ങൾ ആധാരമാക്കിയാണ് ഞാൻ ഇന്നലെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, അവർ എവിടെ നിന്ന് ഇറങ്ങിയത്? ഈജിപ്തിൽ നിന്നിറങ്ങി ഉള്ള യാത്രയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ദാ ഞാൻ നിങ്ങൾ ഇവിടെ വരെ എത്തിച്ചു, ഇനി നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കണം. എന്ത് തിരഞ്ഞെടുക്കണം? ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കി ഞാൻ വിളിച്ചു നിർത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഈ പ്രത്യേക പോയിന്റിൽ നിന്നുകൊണ്ട് 6 ഗോത്രങ്ങൾ ഏബാൽ പർവ്വതത്തിലും ഗെരിസീം പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ ശാപത്തിൻ്റെ മൊഴികളും അനുഗ്രഹത്തിൻ്റെ മൊഴികളും വിളിച്ചു പറഞ്ഞ് ആമീൻ പറയണം. അങ്ങനെ അവിടെ വെച്ച് അവർ ദൈവവുമായി ഒരു ഉടമ്പടിയിലേക്ക് വരുന്നൊരു, അവിടെ യാഗങ്ങളൊക്കെ കഴിച്ച് കല്ലിൽ ഇതെല്ലാം കൊത്തിവെച്ചു, എല്ലാവർക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, നീ ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട്, അനുഗ്രഹവും ശാപവും നിൻ്റെ മുമ്പിലുണ്ട്. നീ ജീവൻ തിരഞ്ഞെടുക്കണം, അനുഗ്രഹം തിരഞ്ഞെടുക്കണം. അതിനുള്ള ബുദ്ധിപദേശം കർത്താവ് കൊടുത്തു. പക്ഷെ പലപ്പോഴും അവിടെ വെച്ച് ഇവരിതൊക്കെ പറഞ്ഞെങ്കിലും പോകുന്ന വഴിക്ക് പിന്നെ ഇവർ പിറുപിറുക്കുകയും ദൈവത്തിനെതിരെ സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും പുതിയ നിയമത്തിലും രക്ഷിക്കപ്പെട്ട ശേഷവും ദൈവകൃപയിൽ വന്ന ശേഷവും സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പിറുപിറുക്കാറില്ലേ? പരാതി പറയാറില്ലേ? കർത്താവാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയുമെങ്കിലും ഇടയ്ക്ക് കാശ് വേണ്ടേ എന്ന് പറയില്ലേ? കാശിൻ്റെ പുറകെ പോവില്ലേ? ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ഈ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ധനമോഹം, പണത്തെ സ്നേഹിക്കുന്നത് സകലവിധ പാപങ്ങളുടെയും
മൂലകാരണമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? ഇന്നും നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തണം. ഇപ്പോൾ നമ്മൾ സദൃശവാക്യം 18:21 വായിച്ചത്, നാവിൻ്റെ അധികാരത്തിലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. കർത്താവ് രണ്ടും നിരത്തി വെച്ചെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ വായിൽ നാവിൻ്റെ അധികാരത്തിലാണ് ഇതിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, ചില കൗമാരപ്രായക്കാർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, യുവജനങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, പ്രായമുള്ളവർ തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, മധ്യവയസ്കർ കേൾക്കുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവരോടും ഞാൻ പറയുകയാണ്, ബി വെരി ചൂസി ഇൻ ലൈഫ്. ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ബി വെരി വെരി ചൂസി. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി പേർക്ക് തെറ്റുപറ്റുന്ന ഒരു മേഖലയാണത്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞ് ഞാൻ കൂടെ പറയാറുണ്ട്, ഒരാളുടെ ഭാവി അറിയാൻ പ്രവാചകൻ്റെ അടുത്ത് പോകണ്ട, ജോത്സ്യൻ്റെ അടുത്ത് പോകണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഭാവി പറയുന്ന ആരുടെയും അടുത്ത്, പ്രാർത്ഥനക്കാരുടെ അടുക്കൽ പോകണ്ട. 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. 1, ആരാണ് അയാളുടെ കൂട്ടുകാരൻ. 2, അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതല്ല. അത്രയും മാത്രം നോക്കിയാൽ അയാൾ ഭാവി പറയാം. ഹലോ, ബുക്സ് ആൻഡ് ഫ്രണ്ട്സ്. 2 കൂട്ടർ നോക്കിയാൽ ഭാവി പറയാം. ഇന്നത്തെ അർത്ഥം പറയാം. അതായത് ഒരു വ്യക്തിയുടെ അസോസിയേഷൻസ് ആൻഡ് അഫിലിയേഷൻസ്, ആ വ്യക്തി ദിനംതോറും ഡെയിലി ബേസിസിൽ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തികൾ ആരാണ് എന്ന് നോക്കിയാൽ അയാളുടെ ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ, ഇന്നിപ്പോൾ പുസ്തകം വായിക്കുന്നവർ വളരെ കുറവാണെന്ന് എനിക്കറിയാം. എല്ലാം ചെവിയിൽ കുത്തിത്തിരികെ നമ്മൾ കേൾക്കും. പിന്നെ എന്തെങ്കിലും മൊബൈലിലൊക്കെ ഇങ്ങനെ മാന്തിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, പുസ്തകം വായിക്കുക എന്നതിനേക്കാൾ ദ ഇൻടേക്ക് ഓഫ് ഇൻഫർമേഷൻ, നമ്മുടെ അകത്തേക്ക് കയറുന്ന വിവരങ്ങൾ എന്താണ്, എന്ത് വിവരങ്ങൾ കൊണ്ട് നമ്മെ തന്നെ ഫീഡ് ചെയ്യുന്നു. ചിലർ പത്രം മുഴുവൻ അരിച്ചു പെറുക്കി വായിക്കുന്നതിന് ശേഷം ടി വിയുടെ മുമ്പിൽ പോയി അങ്ങ് വളരെ ഭയഭക്തിയോടെ ടി വിയുടെ മുമ്പിൽ ഇരുന്ന എല്ലാ ചാനലുകളും കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങോട്ടുള്ള വാക്പയറ്റ് അങ്ങോട്ടുള്ളതും, പിന്നെ കുറ്റപത്രം തുടങ്ങി കുറ്റാന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ, സിനിമകൾ, ഇതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ടാൽ അറിയാം അയാളുടെ ഫ്യൂച്ചർ എന്തായിത്തീരും. പകരം ഈ വ്യക്തിയുടെ കൂട്ടുകാർ സാധാരണ തല്ലിപ്പൊളികളും തറകളും അല്ലെങ്കിൽ സാധാരണ ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും? അയാളുടെ ജീവിതം അതുപോലെ തന്നെ പോകുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് എൻ്റെ പ്രവചനം. ഇതേ സദൃശ്യവാക്യത്തിൽ, വാക്യം ഞാൻ കൃത്യം ഓർക്കുന്നില്ല, 13:10 അങ്ങനെ എന്തോ ആണ്, ജ്ഞാനിയോടുകൂടെ നടക്കുക എന്നാൽ നീയും ജ്ഞാനിയായിത്തീരും എന്ന് എഴുതിയിട്ടുണ്ട്. അറിവുള്ള ഒരാളോട് കൂടിയാണ് നടക്കുന്നതെങ്കിലും അയാളുടെ അറിവ് സംസാരത്തിലൂടെ, ഓരിടപെടലുകളിലൂടെ, അയാളുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ജ്ഞാനിയിൽ നിന്നുള്ള ജ്ഞാനം ഇങ്ങനെ. അതായിരുന്നു പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. ഒരു ഗുരുവിനോടൊപ്പം ഒരു കൂട്ടം ശിഷ്യർ താമസിക്കുകയാണ്. ലൈഫാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. വെറും ബുക്കിഷ് നോളജ് അല്ലായിരുന്നു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വിറകീറണം, ഭാര്യയോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ വെള്ളം കോരണം, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതാണ് ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അക്കാഡമിക് സെറ്റിങ്ങിൽ, ക്ലാസ് റൂം സെറ്റിങ്ങിൽ, അല്ലെങ്കിൽ ഓൺലൈനിലും സൂമിലൊക്കെയാണ് ക്ലാസ് നടക്കുന്നത്. എന്തോ കുറേ ഇൻഫർമേഷൻസ് ആണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ആരുമായി നമ്മൾ ഇടപഴകുന്നു അതും, പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, എന്ത് വിവരങ്ങളാണ് നമ്മളിലേക്ക് ശേഖരിക്കുന്നത്, ഇത് രണ്ടും നോക്കിയാൽ ജ്ഞാനിയോടുകൂടെ നടന്നാൽ ജ്ഞാനിയായിത്തീരും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളോടുകൂടി നടന്നാലോ ദൈവമകനാകും അല്ലെങ്കിൽ ദൈവമകളാകും. അഭിക്ഷിക്തരോടുകൂടി നടന്നാലോ അഭിക്ഷിക്തനാകും, അഭിക്ഷിക്തയാകും. വിശുദ്ധിയുള്ള ഒരാളോട് ചേർന്ന് നടന്ന് വിശുദ്ധനാകും. കള്ളം പറയുന്ന ഒരാളോട് എന്നാൽ കള്ളം പറയും, ശീലം തുടങ്ങും. അപ്പം അത് വിട്ട് നല്ല ചില മനുഷ്യരോടുകൂടെ നടക്കാൻ തുടങ്ങണം.
രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മൊറേൽ ഉള്ള ക്യാരക്ടറുള്ള ആളുകളോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ഭാവി ഇവിടെ ഷേപ്പ് ചെയ്യപ്പെടുകയാണ്. എന്തിനു അടുത്ത വർഷങ്ങളിലേക്ക്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരാണ് എല്ലാം കൂട്ടുകാർ. അതാണ് മുദ്രാവാക്യം. അതിലൊരു പിയർ പ്രഷറുണ്ട്, അവരുടെ ഒരു സമ്മർദ്ദമുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടുള്ള പ്രത്യേക ടീഷർട്ട് ഇടുന്നത് മമ്മി എനിക്കും വേണം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടുള്ള ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നത്, എനിക്കത് വേണം. അപ്പം അങ്ങനെ ആ പിയർ പ്രഷറിൽ പ്രഷേർഡായിട്ടാണ് പലരും ജീവിക്കുന്നത്. അങ്ങനെ പോകാതെ മനഃപൂർവമായി ദൈവകൃപയുള്ള, ദൈവഭക്തിയുള്ള, ക്യാരക്ടറുള്ള ആളുകളുമായി നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് 1984 വർഷങ്ങളായുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എനിക്ക് നല്ലവനാകണം, എനിക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ, ഈ സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, അതിന് പറ്റിയ ആളുകളുമായി എന്നെ കണക്ട് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് 1984 അങ്ങനെയുള്ള കണക്ഷനുകളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത്. അവിടെ നിന്ന് എൻ്റെ ലൈഫ് മാറി, ഭാവി മാറി. ഒരു പ്രവാചകനും പ്രവചിക്കണ്ട, ലൈഫ് മാറും. അടുത്തത് ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ ഒത്തിരി നോവലുകളും കഥകളും കോമിക്കുകളും ചെറുകഥാ സമാഹാരങ്ങളും പദ്യങ്ങളും ഒക്കെ വായിച്ചിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു വായന. എനിക്ക് ഒത്തിരി കിലോമീറ്ററുകൾ നടന്നൊക്കെ പുസ്തകം മേടിക്കാൻ, ചിലരുടെ കയ്യിൽ നിന്ന് പുസ്തകം മേടിച്ച് അതിൻ്റെ ഒരു കോപ്പി മേടിക്കാനുള്ള കാശില്ലാന്ന് വെച്ചാൽ എഴുതുമായിരുന്നു. ഞാൻ മൊത്തം പുസ്തകം എഴുതും. അങ്ങനെ നടന്നവനാണ് ഞാൻ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് അങ്ങ് ശ്രദ്ധ തിരിച്ചു. എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറി, കാഴ്ചപ്പാട് മാറുന്നു, ഔട്ട്ലുക്ക് മാറുന്നു, എല്ലാം മാറിയ, ലൈഫ് മാറിയ, എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത പുസ്തകമാണ് ബൈബിൾ, ദൈവത്തിൻ്റെ വചനം. അപ്പൊ ചിലരൊക്കെ എന്തെല്ലാം ചെയ്തു ബ്രദറേ, തഥൈവ, ഒരു മാറ്റമില്ല, ഞാൻ ഇപ്പോഴും അതുപോലെ. ട്രൈ ദ വേർഡ് ഓഫ് ഗോഡ്. എല്ലാ പുസ്തകവും മാറ്റിവെക്ക്. എനിക്ക് ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വായിക്കുമായിരുന്നു. ഈ വായന എല്ലാം തെറ്റാണെന്നൊന്നും അല്ല പറയാം. ഒരു പരന്ന വായന, ലോകപരിജ്ഞാനവും എന്താണ് ഭൂമി, എന്താണ് ചരിത്രമൊക്കെ അറിയാനായിട്ട് ഒരു പരന്ന വായന ഉണ്ടായിക്കോട്ടെ. പക്ഷേ ആ പുസ്തകങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. വെറും ജീവിതത്തെ മാറ്റിമറിക്കലല്ല, നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. അപ്പം നമ്മെ മാറ്റുന്ന ഏജൻസ് എന്താണെന്ന് കണ്ടുപിടിച്ച് വേണം പോകാൻ. സദൃശവാക്യം 18:21 നമ്മൾ വായിച്ചു. പിന്നെ ഇരിക്കുന്നത് എവിടെയാ? വായിലിരിക്കുന്നത്, വായിൽ. അതുകൊണ്ടാണ് ദൈവം അവരെ കൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചത്. ശാപത്തിൻ്റെയും വിളിച്ചു പറയിപ്പിച്ചു. ജീവനും മരണവും, അനുഗ്രഹവും ശാപവും ദൈവത്തിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, നിന്റെ വായിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്ന് തൊട്ടെ, വായിലൊന്നും തൊട്ടെ പറഞ്ഞേ, എൻ്റെ വായിലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിലല്ല, അയൽക്കാരൻ്റെ കയ്യിലല്ല, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലുമല്ല, എൻ്റെ വായിലാണ് ഇരിക്കുന്നത്. അപ്പം അത് പറഞ്ഞിട്ടും ചിലർക്ക് വിശ്വാസമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു വചനവും നോക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ വചനം ഒന്ന് എടുത്തു നോക്കി. 1 പത്രോസ് 3:10. 1 Peter 3:10. Whoever would love life and see good days must keep their tongue from evil and their lips from deceitful speech. മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം. അപ്പോൾ അവിടെയും പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും അതുപോലെ തൻ്റെ അധരത്തെയൊക്കെ സൂക്ഷിക്കാനാണ് ഇരിക്കുന്നത്. വായി സൂക്ഷിക്കുക.
ഈ ചുരുക്കി പറഞ്ഞാൽ ജീവൻ, മരണം, അനുഗ്രഹം, ശാപം ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ വായിലാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുവാരെങ്കിലും. എൻ്റെ വായിൽ എന്താ ഇരിക്കുന്നത്? നാവുണ്ട്, എൻ്റെ വായിൽ പല്ലുണ്ട്, കുറെ തുപ്പലുണ്ട്. എൻ്റെ ബ്രദറെ, എൻ്റെ വായിലാണ് ജീവൻ ഇരിക്കുന്നത്, മരണം ഇരിക്കും. വാ വിളിച്ച മരണം ഇരിപ്പുണ്ടോ അതിൻ്റെ അകത്ത്? ജീവൻ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടോ? അതിൻ്റെ അകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ടോ? ഒന്ന് നന്നായിട്ടൊന്ന് വാ വിളിച്ചേ. അണ്ണാക്കും ഉണ്ണാക്കുമല്ലൊക്കെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ബ്രദറെ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും എല്ലാം ഇരിക്കും നിന്റെ വായിലാണ്, നിന്റെ നാവിലാണ്, നിന്റെ ആധരങ്ങളിലാണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല നാവാണെങ്കിൽ നല്ല ഭാവി ഉണ്ടെന്ന് എഴുതി വെക്കുക. ലൈവ് ചാറ്റിലിട്ട് നല്ല നാവുണ്ടെങ്കിൽ നല്ല ഭാവിയുണ്ട്. ടൈപ്പ് ചെയ്തിട്. നല്ല നാവുണ്ടെങ്കിൽ നല്ല ഭാവിയുണ്ട്. വളരെയധികം ദുരിതത്തിലും പ്രശ്നത്തിലൊക്കെ ആയിരിക്കുന്ന ആളുകളെ ഒന്ന് ചെന്ന് കണ്ട് പേഴ്സണലി എവിടെയെങ്കിലും ഒന്ന് മറഞ്ഞു നിന്ന് ഇയാളുടെ സംസാരം, ഒറ്റയ്ക്കിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഇടയിലിരിക്കുമ്പോഴും ഉള്ള സംസാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഹോ, ഏത് മുടിഞ്ഞ കാലത്താണപ്പാ, പിന്നെ സാറിന് ആരെയാണപ്പാ കണി കണ്ടത്? ഹോ, ഇന്ന് എഴുന്നേറ്റപ്പോൾ ആരെയാണ് ഞാൻ കണ്ടത്? ഓ, ഏത് കാലത്ത്, ഏത് കഷ്ടകാലത്ത്, ഏത് സമയദോഷത്തിന് കർത്താവേ ഞാനിത് ചെയ്തു. അവരുടെ എല്ലാ സംസാരത്തിൽ നോക്കിക്കോ, കഷ്ടവും ദുരിതവും ശാപവും പ്രാക്കും. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു, എന്തിനാണ് ദൈവമേ ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചു? കർത്താവ് എന്തിനെന്നെ ഈ ഭൂമിയിലോട്ട് പറഞ്ഞു? ജനിക്കണ്ടായിരുന്നു, ചത്താ മതിയായിരുന്നു. വാ കൊണ്ട് ഇതിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇനി ചിലർ ഇങ്ങനെയുള്ള ഭാഷ, ഇത് ഇത്തിരി തറ ഭാഷയാണ് ഞാൻ പറഞ്ഞു. എന്നാൽ ചിലർ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് നെഗറ്റീവ് പറയുള്ളൂ. അത് ഞാനിപ്പോൾ ഇതിനു വേണ്ടി സമയം എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാം. സ്റ്റാൻഡേർഡ് നെഗറ്റീവ് ഉണ്ട്. നല്ല ഭാഷാ ശൈലിയിൽ ദൈവാശ്രയമില്ലാതെ, ദൈവവചനമായി ഒരു ബന്ധവുമില്ലാതെ സമർത്ഥമായി ചിലർ നെഗറ്റീവ് പറയും. What is the end result? ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയാമോ? മരണത്തിൽ, ശാപത്തിൽ, ദുരിതത്തിൽ, ആക്സിഡന്റിൽ, പ്രശ്നങ്ങൾ. ഇത് ചെന്ന് കലാശിക്കും. ഹലോ ഹലോ ഹലോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് പറയുന്നത് മരണവും ജീവനും അനുഗ്രഹവും ശാപവും എല്ലാം നിന്റെ മുമ്പിൽ ദൈവതേയിരിക്കുന്നു. നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിന്റെ തിരഞ്ഞെടുപ്പുകൾ, ഇന്നലെകളിലെ നിന്റെ തിരഞ്ഞെടുപ്പുകളാണ് ഇന്ന് ഇവിടെ എത്തിച്ചത്. എന്നാൽ ഇന്ന് പുതുതായി ഒന്ന് വഴിമാറി ചിന്തിച്ച് ദൈവഹിതപ്രകാരം നന്മ തിരഞ്ഞെടുത്താൽ, അനുഗ്രഹം തിരഞ്ഞെടുത്താൽ, ജീവൻ തിരഞ്ഞെടുത്താൽ, നല്ലത് തിരഞ്ഞെടുത്താൽ ഒരു നല്ല നാളെ ഉണ്ടാകും. ഉറപ്പ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ എന്തിനാ? നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി മനുഷ്യർ ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച ഒരു വഴിത്താര ദൈവത്തിൻ്റെ വചനത്തിലില്ലേ? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ദിവസം ഇരുന്നുകൊണ്ട് ധൈര്യമായിട്ട് ഇത് പറയുന്നു. ഊഹക്കച്ചവടം അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. ഏകദേശം 6000-ഓളം വർഷം, ഈ ഞാൻ ആദാമിൻ്റെ കാലം തുടങ്ങി ഇങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പോട്ടുള്ളതൊന്നും എന്നോട് ചോദിക്കരുത്. പ്രീ ഹിസ്റ്റോറിക് ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. മില്യൺസും ട്രില്യൺസും ഒക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അതൊന്നും പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ആരുടെയും കയ്യിലില്ല. ഇതിങ്ങനെ ചുമ്മാ പറയാന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും വർഷങ്ങളിലൂടെ മനുഷ്യ ചരിത്രത്തെ ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവം, അല്ലെങ്കിൽ അതിനിടയിലൂടെ ദൈവം നൽകിയ വചനങ്ങൾ മനുഷ്യരെ അനുഗ്രഹിച്ച് ഇത്രത്തോളം എത്തിച്ചെങ്കിൽ, അനുസരിച്ചവർക്ക് അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് പ്രൂവൺ ആയിട്ടുള്ളൊരു പാതയിലൂടെ നമുക്ക് നടന്നുകൂടാ? ഇതാണ് എൻ്റെ ചോദ്യം. ബ്രദർ, സിസ്റ്റർ, ഒരല്പം സ്നേഹത്തോടെ ചോദിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ബ്ലഡ് ബ്രദറായി നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്വന്തം സഹോദരനെ പോലെ ചോദിക്കുകയാണ്. ഇന്നു മുതൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്മ,
അനുഗ്രഹം, ജീവൻ, അങ്ങനെയുള്ള നല്ലത് മാത്രം തിരഞ്ഞെടുക്കാനൊന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്നവർ ഇങ്ങനെയുള്ളൊരു ഇമോജി എന്തെങ്കിലും ഒന്ന് ആ ലൈവ് ചാറ്റിലിടാമോ? യൂട്യൂബിലേക്ക് കാണുന്നവർ എന്തെങ്കിലും സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. വലിയ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ടാകും. ഞാൻ പറയും, കാരണം ദിസ് ഈസ് പ്രൂവൻ. ദിസ് ഈസ് പ്രൂവൻ. അതിരിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യണ്ടേ? ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാമോ? ഒരു സ്പോൺസറായി നിങ്ങൾക്ക് മാറാമോ? ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്കൊന്ന് പങ്കെടുക്കാമോ? ഒരു ചാനൽ പാർട്ട്ണറായി മാറാമോ? നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. കൂടാതെ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഇത് ലൈവായിട്ടായിരിക്കും നിങ്ങൾ കാണുക, ചിലപ്പോൾ എൻ്റെ റീപ്ലേ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെയുള്ള ഇങ്ങനെയുള്ള ലൈക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതെൻ്റെ ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൊടുത്താൽ യൂട്യൂബ് ഇത് പുഷ് ചെയ്ത് ഒത്തിരി പേരിലേക്ക് എത്തിക്കും. അതിനു വേണ്ടി മാത്രമാണ്. ഹലോ, ചെയ്യാമോ? ഒന്ന് തൊട്ടാൽ പോരെ, അത്രേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമായിട്ട്. വ്യക്തമായ കർത്താവ് പറഞ്ഞ BP യുടെ പ്രോബ്ലം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ ഭയങ്കരമായൊരു വിടുതലിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ BP യുടെ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ, അത് നോർമലാകട്ടെ. അസിഡിറ്റി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ഞാൻ എല്ലാം ഒന്നും വിളിച്ച് പറയുന്നില്ല. ദയവായി കൈനീട്ടി വിശ്വാസത്താൽ നിങ്ങൾക്കുള്ള വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഒത്തിരി പേർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.